നമസ്കാരം. സൈക്കോപാത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീഡിയോകൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫംഗ്ഷൻസിന്റെ കുറച്ച് ബേസിക്സ് ആയ കാര്യങ്ങളും പഠിച്ചു, അതുപോലെ ഗ്ലോബൽ വേരിയബിളും ലോക്കൽ വേരിയബിളൊക്കെ പഠിച്ചു. അപ്പം ഇനി ഫംഗ്ഷൻസിന്റെ കുറച്ചുകൂടി കൂടിയ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇതിൽ നമുക്ക് ആ ഗ്ലോബൽ ലോക്കലിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ സംഗതികളൊക്കെ ഈ കോഡിൽ നിന്ന് റിമൂവ് ചെയ്യാണ്. ഇതിപ്പം ഞാൻ കഴിഞ്ഞ ആ ഒരു ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു കോഡാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നു. ജസ്റ്റ് നമ്മുടെ ആ സമ്മിൻ്റെ ഇത് മാത്രം നമുക്ക് മതി. അപ്പം നമ്മൾ സമ്മിൻ്റെതിനായിട്ട് ഉണ്ടാക്കിയ കോഡ് ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കോഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ്റെ അകത്ത് സം വിളിക്കുന്നു. എയും ബിയും ഒക്കെ നമ്മൾ റീഡ് ചെയ്യുന്നത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെ വെച്ചാണ്. അപ്പോൾ അതാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ പ്രത്യേകത. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷന് ആർഗ്യുമെൻറ്റും റിട്ടേണും ഇല്ല. ആർഗ്യുമെൻറ്റ് എന്താണെന്നും റിട്ടേൺ എന്താണെന്നും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ സീഡേ എപ്പിസോഡിൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ നിങ്ങൾ നേരെ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് പോകുക. അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് സീം മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഏരിയ വരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ പോയി കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോയിലേക്ക് വരാനായിട്ട്. അപ്പം നമുക്ക് ഈ ഒരു കേസിൽ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് റീഡിങ് വരുന്നത്. ഫംഗ്ഷന് വർക്ക് ചെയ്യാനായിട്ട് നമ്മളൊന്നും വിട്ടു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആർഗ്യുമെന്റ് റിട്ടേൺ ഇല്ലാത്തതുമായ ഒരു ഫംഗ്ഷൻ ആദ്യം ഉണ്ടാക്കാം. അപ്പോൾ ആർഗ്യുമെന്റ് ഉണ്ടാക്കണം. അപ്പോൾ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫംഗ്ഷൻ വർക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. ഓക്കെ, എയും ബിയും ഫംഗ്ഷൻ വർക്ക് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എയും ബിയുടെ ആവശ്യകതയുണ്ടോ? ഇല്ല, എനിക്ക് എയും ബിയുടെ ആവശ്യമില്ല. സം. പിന്നെ എനിക്കിവിടെ സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് റിട്ടേൺ ഈ ഒരു ആർഗ്യുമെന്റ് മേടിച്ചിട്ട് ഇതിനെ എനിക്കിവിടെ പ്രിന്റ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രിന്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം പ്രിന്റ് എഫ് %d, അതായത് സമ്മ് പ്രിന്റ് ചെയ്യുകയാണ് വേണ്ടത്. ഒരു സ്ലാഷും കൂടെ നമുക്ക് കൊടുക്കുക, ഒരു ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. സം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സം ഇവിടെ പ്രിന്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ നമ്മൾ എ കോമ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ 10ഉം 20ഉം തമ്മിൽ കൂട്ടണമെങ്കിൽ 10, 20 ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് 30 പ്രിന്റ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഞാൻ ജസ്റ്റ് റൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഓക്കെ, കണ്ടോ, ഇവിടെ 30 പ്രിന്റ് ആയിട്ടുണ്ട്. സംഭവം 10ഉം 20ഉം ഞാൻ ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് 20 എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ആയി കാണിച്ചു. അതായത് ഇവിടെ ഫംഗ്ഷൻ വർക്ക് ചെയ്യാനായിട്ട് 2 ഡാറ്റാസ് നമ്മൾ ഇട്ട് കൊടുത്തു. അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇനിയും എനിക്ക് ഈ ഫംഗ്ഷൻ ഒന്നുകൂടി റീയൂസ് ചെയ്യണമെങ്കിൽ സം 50 40 പ്ലസ് 60 ആണെങ്കിൽ 40ഉം 60ഉം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതേ ഫംഗ്ഷൻ വെച്ച് തന്നെ ഈ ഒരു സംഗതി കിട്ടും. അപ്പോൾ ഇതിന്റെ ഫംഗ്ഷന്റെ ഉപയോഗം അഡ്വാൻറ്റേജും ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ ഇനിയും പോകുന്നില്ല. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്തതാണ് ആർഗ്യുമെന്റ് ഉണ്ട്, റിട്ടേൺ ഇല്ലാത്ത തരം ഫംഗ്ഷൻ. ഇനിയിപ്പം നമുക്ക് ഈ ഫംഗ്ഷനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ട് ആർഗ്യുമെന്റ് ഉണ്ട്, റിട്ടേൺ ഉള്ള തരത്തിലേക്കുള്ള ഒരു ഫംഗ്ഷനിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ റിട്ടേൺ ഉള്ള ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ റിട്ടേൺ സം. ഓക്കെ, അപ്പോൾ ഈ സം റിട്ടേൺ ഉള്ള ഫംഗ്ഷൻ ആണ് ഇവിടെ. അപ്പോൾ റിട്ടേൺ ഉള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങൾക്ക് സൂചിപ്പിച്ചു, എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അതായിരിക്കണം ഫംഗ്ഷന്റെ ഡാറ്റ ടൈപ്പ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോകുന്ന ഒരു ഇൻറ്റീജർ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഇൻറ്റ് കൊടുത്താൽ മതി. ഇൻറ്റീജർ ആണ് ആ ഫംഗ്ഷന്റെ റിട്ടേൺ ടൈപ്പ്. അപ്പം നമുക്ക് ഒരു ഇൻറ്റീജർ വാല്യൂ പുറത്തേക്ക് നൽകും ഈ ഒരു സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. അപ്പം ഞാൻ വേണമെങ്കിൽ നമുക്കിത് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് എഫ് %d, സം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഇൻറ്റീജർ വാല്യൂ പുറത്തേക്ക് പ്രിന്റ് ചെയ്യും. അതേപോലെ വേണമെങ്കിൽ എനിക്കൊരു വേരിയബിൾ ഉണ്ടാക്കാം. ഇൻറ്റ് സം ഇൻറ്റ് s ഈക്വൽ ടു സം എന്ന് കൊടുക്കുന്നു. പ്രിന്റ് എഫ് %d കോമ ഇട്ടതിന് ശേഷം എനിക്ക് എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലെ തന്നെ ഔട്ട് കിട്ടും. ഓക്കെ, ഒരു ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഒരു ന്യൂ ലൈൻ കൂടെ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഞാൻ റൺ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി സംഭവിച്ചത് എന്താണ്, ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഫംഗ്ഷന് വർക്ക് ചെയ്യാനായിട്ട് 40ഉം 60ഉം ഇട്ട് കൊടുക്കും. അപ്പോൾ എയിലേക്ക് 40 കോപ്പിയാകും, ബിയിലേക്ക് 60 കോപ്പിയാകും. സമ്മ് എന്ന് പറയുന്നത് a + b 40 + 60
അപ്പം 40 + 60 എന്നുള്ളത് ഈ സമ്മിലേക്ക് സ്റ്റോർ ആയിട്ട് സമ്മ് പുറത്തേക്ക് വരും. ആ സമ്മ് എസ്സിൽ സ്റ്റോർ ആവും, എസ് പ്രിന്റ് ചെയ്യും. അതാണ് ഈ 100 വരുന്നത്. ഇനിയിപ്പോൾ ആദ്യം പ്രിന്റ് ചെയ്ത 30 വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമ്മിന്റെ ഉള്ളിലേക്ക് 10ഉം 20ഉം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എ എന്താവും 10 ആവും, ബി എന്താവും 20 ആവും. സം എന്ന് പറയുന്നത് എന്താ എ പ്ലസ് ബി, അപ്പം 30. ആ 30 പുറത്തേക്ക് തരും. ഇപ്പൊ ഈ ഫംഗ്ഷന്റെ പുറത്തേക്ക് 30 തരും. അപ്പൊ ഞാൻ സപ്പോസ് ഈ ഫംഗ്ഷന്റെ പ്രിന്റ് ഇപ്പം റിട്ടേൺ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ബിഫോർ റിട്ടേൺ ആഫ്റ്റർ റിട്ടേൺ ഒരു മെസ്സേജ് കൊടുക്കുകയാണേ. അപ്പൊ ആഫ്റ്റർ റിട്ടേൺ ഞാൻ ഒരു മെസ്സേജ് കൊടുത്തു, പ്രിന്റ് ഇവിടെ ഞാൻ ബിഫോർ റിട്ടേൺ എന്നൊരു മെസ്സേജ് കൊടുത്തു. ഓക്കെ, അപ്പൊ ബിഫോർ റിട്ടേണും ആഫ്റ്റർ റിട്ടേണും കൊടുത്തു. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യുക ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന്. എനിക്ക് വേറൊന്നും ഗസ് ചെയ്യണ്ട, നിങ്ങൾ ആദ്യം ഇവിടെ റൺ ചെയ്യാൻ നേരത്ത് ഓക്കെ ഈ ഒരു ഏരിയ വേണ്ട, നമുക്ക് ആകെപ്പാടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം മതി. അപ്പൊ ഈ ഒരു കോഡ് റൺ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് നിങ്ങൾ ആദ്യം മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ഞാനിപ്പോൾ റൺ ചെയ്ത് കാണിക്കും. ആ ടൈമിൽ നിങ്ങൾ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആ ഒരു ലോജിക്ക് എത്രമാത്രം മനസ്സിലായെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇവിടെ റൺ കൊടുക്കുന്നു. കണ്ടോ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആദ്യം ബിഫോർ റിട്ടേൺ വർക്ക് ചെയ്യുന്നു, റിട്ടേൺ ചെയ്യുന്നു. ആഫ്റ്റർ റിട്ടേൺ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷന് ഒരു തവണ മാത്രം റിട്ടേൺ ചെയ്യുന്നത്, റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷന്റെ പുറത്തേക്ക് പോയി എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടം വരെ എക്സിക്യൂട്ട് ചെയ്യുന്നു, റിട്ടേൺ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇത് നേരെ പുറത്തേക്ക് പോകും. ഇപ്പൊ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉള്ളതുകൊണ്ട് റിട്ടേണിന്റെ അടിയിലുള്ളത് ഒരിക്കലും നടക്കില്ല. കാരണം ഈ ഫംഗ്ഷന്റെ പുറത്തേക്ക് പോയി, അതായത് ഇപ്പൊ മെയിൻ ഫംഗ്ഷനിലാണ്, സം എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലവരൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു നേരത്തെ ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ, ഈ ലൂപ്പിന്റെ ഉള്ളിൽ ഒരു റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വാല്യൂവും റിട്ടേൺ ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു ആ ചോദ്യം. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാര്യം ഒരു റിട്ടേൺ ഒരു തവണ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകും എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അപ്പൊ ഇനിയും ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ നോ വാല്യൂ നോ റിട്ടേൺ പഠിച്ചു. ഇപ്പൊ നമ്മൾ ആർഗ്യുമെന്റും റിട്ടേണും ഉള്ളത് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ആർഗ്യുമെന്റ് ഉണ്ട്, അല്ല ആർഗ്യുമെന്റ് ഇല്ല റിട്ടേൺ ഉണ്ട്, ആർഗ്യുമെന്റ് ഇല്ല റിട്ടേൺ ഉണ്ട് എന്നതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റിട്ടേൺ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആർഗ്യുമെന്റ് ഓക്കെ, നമുക്കപ്പം ഇൻറ്റ് എയും ബിയും വേണം ഇവിടെ, എ കോമ ബി. അതായത് ഈ നമ്മൾ പ്രിന്റ് എൻ്റർ എ ആൻഡ് ബി. ഓക്കെ, എയും ബിയും എൻ്റർ ചെയ്യാനായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യൂസർ ഏതായാലും എയും ബിയും എൻ്റർ ചെയ്യും. സ്കാൻഎഫ് വെച്ചിട്ട് നമുക്ക് റീഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ എയും ബിയും റീഡ് ചെയ്യുന്നു. ഓക്കെ, എന്നാൽ ഞാനിത് റൺ ചെയ്യുന്നു. ഒന്നുകൂടി റൺ ചെയ്യാം. ഓക്കെ, എയും ബിയും എൻ്റർ ചെയ്യാൻ പറയുന്നു. അപ്പം ഞാൻ 5ഉം 4ഉം എൻ്റർ ചെയ്യുന്നു. 9 നമുക്ക് പ്രിന്റ് ചെയ്യുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഈ ഫംഗ്ഷനിൽ ആർഗ്യുമെന്റ് ഇല്ലാതെ റിട്ടേൺ ഉള്ള, അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ഇല്ലാതെ റിട്ടേൺ ഉള്ള തരത്തിലുള്ള ഡാറ്റ ടൈപ്പ്. അപ്പം ഇത്രയാണ് നമ്മൾ ഫംഗ്ഷൻസിനെ പറ്റി പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം അടുത്ത വീഡിയോയിൽ മിക്കവാറും നമ്മളൊരു ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് എങ്ങനെ ഒരു അറേയും സ്ട്രിങ്ങും ഒക്കെ പാസ് ചെയ്യാമെന്നായിരിക്കും നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ നല്ലൊരു എപ്പിസോഡുമായി ഇനി നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ JP സൈനിങ് ഔട്ട്. സീ യു.